യേശുവിലേറ്റവും പ്രിയമുള്ളവരെ, ഇന്ന് ക്രിസ്മസാണ്. ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും നേരുകയാണ്. ക്രിസ്മസ് സന്തോഷത്തിൻ്റെ, ആഹ്ലാദത്തിൻ്റെ ദിവസമാണ്. സഹോദരങ്ങളെ, ദൈവം തൻ്റെ ആഴമായ സ്നേഹം വെളിപ്പെടുത്തുമ്പോൾ നമ്മോടൊപ്പം വസിച്ചുകൊണ്ട് മനുഷ്യ ചരിത്രത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് ക്രിസ്തുമസ്. ലോക ചരിത്രത്തേക്ക് പ്രവേശിച്ച് മനുഷ്യനായി തീർന്ന് നമ്മോടൊപ്പം വസിച്ചുകൊണ്ട് ദൈവം തൻ്റെ ആഴമായ സ്നേഹം പ്രകടിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ശാക്തീകരണ സാന്നിധ്യത്തിലൂടെ നമ്മുടെ മറുതലിക്കുന്ന സ്വഭാവത്തിൽ നിന്നും നമ്മെ മാറ്റുകയും യേശുവിനെ സ്നേഹിക്കുവാനും പിന്തുടരുവാനും നമ്മെ പ്രാപ്തനാക്കുന്ന ഒന്നാണ് ക്രിസ്തുമസ്. ദൈവം യേശുവിൽ മനുഷ്യനാകുന്നു. മറക്കരുത്, ദൈവം യേശുവിൽ മനുഷ്യനാകുന്നു. ആഴമായ സ്നേഹം വെളിപ്പെടുത്തുന്നു. സമാധാനത്തിലേക്കുള്ള ഒരാഹ്വാനമാണ്. ലോകത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സ്വീകരിക്കാനുള്ള ഒരു വെല്ലുവിളി സ്വീകരിക്കുവാൻ ക്രിസ്മസ് യേശുവിൻ്റെ മനുഷ്യാവതാരം നമ്മെ പ്രേരിപ്പിക്കുന്നു. മറ്റുള്ളവരെ സേവിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രവൃത്തിയിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ വെളിപ്പെടുത്തുന്നു. വീണ്ടും പ്രിയമുള്ളവർ, പാപമോചനവും നിത്യജീവനും വാഗ്ദാനം ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ കരുണാമയമായ സ്വഭാവം പ്രകടമാക്കി അതേ പാപത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ യേശു വന്നത്. കാലിത്തൊഴുത്തിൽ എളിയ ഒരു ശിശുവായി യേശു ജനിച്ചത് നമ്മെ പലതും ഉപേക്ഷിച്ച് മറ്റുള്ളവർക്ക് ആശ്വാസമായി മാറുവാനും നമ്മെ തന്നെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടിയാണ് യേശു ബേത്ലഹേമിൽ ജനിച്ചത്. ലൗകിക കാര്യങ്ങളിലല്ല, മറിച്ച് രക്ഷകനെ മാനുഷികമായും എളിമയുള്ളതുമായ അവൻ്റെ വരവിൽ നാം രക്ഷ കണ്ടെത്തുന്നു. യേശു പ്രത്യാശയും നമ്മുടെ ജീവിത പോരാട്ടങ്ങളെക്കുറിച്ച് നമുക്കൊരു പുതിയ കാഴ്ചപ്പാടും ഈശോയുടെ ജനനം നമുക്ക് തരുന്നു. ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെ എല്ലാ മംഗളങ്ങളും നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ ശംശിഹാ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.